CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മജീഷ്യനായ അഡ്രിയാൻ ലൂണയെ കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഈ ഒരു 10ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാന കാരണം മജീഷ്യൻ ലൂണ ആണ് എന്നുള്ളത്. താരത്തിന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് താരം ഒരുപാട് മത്സരങ്ങൾ പുറത്തായിരുന്നു. ഏതായാലും നിലവിൽ താരത്തിന്റെ റിഹാബിലിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം താരം ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നെല്ലാം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഇന്ന് രാവിലെയോടുകൂടി പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ അഥവാ പുറത്തേക്ക് വന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്ലേയേഴ്സും പരിശീലകനും കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് പരിശീലനം നടത്തുന്ന ഒരു ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ദൃശ്യത്തിൽ ഏറ്റവും പ്രധാനമായും കാണിക്കുന്നത് പരിശീലകനും കൂടാതെ തന്നെ മജീഷ്യൻ അഡ്രിയാൻ ലൂണയും പരിശീലനം ചെയ്യുന്നതാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരം ജംഷഡ്പൂർ എഫ്സിക്കെതിരായിട്ടാണ്. അതും ഈ ഒരു മാസം 30-ാം തീയതി ശനിയാഴ്ച രാത്രിയോടെയാണ് ഈ ഒരു മത്സരം അരങ്ങേറാൻ പോകുന്നത്. അതും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എവേ മത്സരം കൂടിയാണ്. ഏതായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സംശയം അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ജംഷഡ്പൂർ എഫ്സിക്കെതിരായി നടക്കാൻ പോകുന്ന എവേ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മധ്യനിരയിൽ കളിക്കാൻ അഡ്രിയാൻ ലൂണ ഉണ്ടാവുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ചാനലിൽ ഒരു ലൈനപ്പിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മധ്യനിരയിൽ നമ്മൾ ലൂണയെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. കാരണം എന്താണ് എന്ന് വെച്ചാൽ ലൂണയെ സംബന്ധിച്ചുള്ള അഥവാ ലൂണ അടുത്ത മത്സരം കളിക്കുമോ എന്നുള്ള ഒരു റിപ്പോർട്ട് പോലും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഏതായാലും ഇന്ന് രാവിലെ പുറത്തേക്ക് വന്ന ദൃശ്യങ്ങളുടെ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മധ്യനിരയിൽ പന്ത് തട്ടുവാൻ വേണ്ടി അഡ്രിയാൻ ലൂണ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഒരു ട്രാൻസ്ഫർ ശ്രമത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മജീ തലാൽ എന്ന പഞ്ചാബ് എഫ്സിയുടെ സൂപ്പർ താരം ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറുമെന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് എന്നത്. അതേ ഒരു സമയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചും ഇതുപോലുള്ള ഒരു ന്യൂസ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പഞ്ചാബ് എഫ്സിക്ക് വേണ്ടിയിട്ട് നിലവിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മജീ തലാൽ എന്ന സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ശ്രമം പാളി പോയിരിക്കുകയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന് പുറമെ തന്നെ ISLലെ വമ്പൻ ക്ലബ്ബുകളായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ചെന്നൈയിൻ എഫ്സി, ബംഗളൂരു എഫ്സി എന്നീ ടീമുകളുടെ ഓഫറുകളും താരം നിലവിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടോട് കൂടി നമുക്ക് മനസ്സിലാക്കാം അടുത്ത ISLന്റെ 11ാം സീസണിൽ ഈസ്റ്റ് ബംഗാളിൽ മജീ തലാൽ ഉണ്ടാവും എന്നുള്ളത്. ഇത് ഏതായാലും ഒരു കൺഫേംഡ് ന്യൂസ് തന്നെയാണ്. താരം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകാനുള്ള കാരണമായി കണക്കാക്കിയിട്ടുള്ളത് മറ്റു ISL ക്ലബ്ബുകൾ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയും ബംഗളൂരു എഫ്സിയും ചെന്നൈയിൻ എഫ്സിയും ഒക്കെ താരത്തിന് മുമ്പോട്ട് വെച്ച ഓഫറിനേക്കാൾ എത്രയോ വലിയ മടങ്ങുള്ള ഓഫറാണ് ഈസ്റ്റ് ബംഗാൾ എഫ്സി താരത്തിന് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ട് മജീ തലാൽ പന്ത് തട്ടുമെന്ന് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള 2 അപ്ഡേറ്റുകളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.